ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിക്കി വിദ്യയ്ക്ക് വോവാല വീഡിയോ എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. തങ്ങളുടെ ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്കായിട്ട് ആ നിമിഷങ്ങൾ വീഡിയോ ആക്കി പകർത്തുന്ന നായകനും നായികയും. എന്നാൽ ആ CD മിസ്സിംഗ് ആവുകയും അതിന്റെ പേരിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. 1997 ഈ കഥ നടക്കുന്നത്. മൊബൈൽ ഫോണൊന്നും അത്ര സജീവമായിട്ടില്ല അന്നത്തെ കാലത്ത്. വിദ്യ എന്ന് പറയുന്ന നമ്മുടെ നായികയുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് നമ്മുടെ നായകൻ വിക്കി വരുന്നു. അവരൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു, വിദ്യ ഒരു ഡോക്ടറും. ഇവർ തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. എന്നാൽ അവളുടെ വീട്ടുകാർക്ക് ഇക്കാര്യം അറിയില്ല. വീട്ടുകാരോട് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴി നോക്കണം ഇവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. എൻഗേജ്മെന്റിന് വിദ്യയ്ക്ക് മെഹന്തി ഇട്ടതും വിക്കി തന്നെയായിരുന്നു. എന്നാൽ ഫംഗ്ഷൻ തുടങ്ങാൻ നേരത്ത് അവളുടെ കയ്യിലെ മെഹന്തിയിലാകട്ടെ കെട്ടാൻ പോകുന്ന ചെക്കന്റെ പേരല്ല വിക്കിയുടെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് ആ ചെക്കൻ കാണുന്നു. അതോടുകൂടി ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ ബഹളമായി. അതിപ്പോ ആരെങ്കിലും പടം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ സ്വന്തം പേര് എഴുതില്ലേ, അതുപോലെ തന്നെ ഞാൻ മെഹന്തി ഇട്ടിട്ട് എന്റെ പേര് അറിയാതെ എഴുതി പോയതാ, അതിനിപ്പോ എന്താന്ന് ചോദിച്ചിട്ട് അവനുമായിട്ട് വിക്കി വഴക്കുണ്ടാക്കുന്നു. ഞങ്ങൾ പണ്ട് മുതലേ ഒരുമിച്ച് പഠിച്ചതാ, എനിക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാം. അവളുടെ ദേഹത്ത് മറുകു മുതൽ അവളുടെ ഓരോ കാര്യങ്ങളും അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഇത് കേട്ടതോടുകൂടി ആ ചെക്കന് ആകെ ഡൗട്ടായി. ഇവർ തമ്മിൽ എന്തോ അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ എൻഗേജ്മെന്റ് തന്നെ നിർത്തുകയാണ്. ആ ഒരു ഫംഗ്ഷൻ ഫ്ലോപ്പായ കാരണം അവളുടെ അച്ഛനും അമ്മ ആകെ സങ്കടത്തിലായിരുന്നു. ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്ത കാലത്തൊന്നും നല്ല മുഹൂർത്തവും ഇല്ല, ഇവളുടെ കല്യാണവും ഉടനെ ഇങ്ങ് നടക്കില്ല. അങ്ങനെയെങ്കിൽ നല്ലൊരു പയ്യനെ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ അന്വേഷണം ആരംഭിച്ചു. അവസാനം കറങ്ങി തിരിഞ്ഞു ഗോള് വിക്കിയുടെ അടുത്ത് തന്നെ എത്തി. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് വിക്കിയുടെ വീട്ടുകാർ ഒരു ഐഡിയ പറയുന്നു. അതായത് സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. സജ്ജൻജി എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥിരമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇവരുടെ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചിട്ട് അത്രയും ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് ഇവരും വിവാഹം കഴിക്കുന്നു. സജ്ജൻജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാൻ ആയിരുന്നു ഇവരുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. വിവാഹശേഷം ആ കപ്പിൾസിനെല്ലാം തന്നെ അയാൾ അവിടെ റൂം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ദിവസം ചെലവഴിച്ച ശേഷമാണ് ഇവരെല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തി കഴിഞ്ഞതും വിക്കിയും വിദ്യയും ചേർന്നിട്ട് ഗോവയിലേക്ക് ഹണിമൂൺ പോകാൻ പ്ലാൻ ഇടുന്നു. എന്നാൽ ഇവരുടെ പ്ലാനിങ്ങിനെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവരുടെ വീട്ടുകാർ പറയുന്നത് ഏതോ കുലദേവതയുടെ അമ്പലത്തിൽ പോകാനാണ്. വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവർ അവിടെ പോകാതെ ഗോവയിലേക്ക് ഹണിമൂണിന് പോകുന്നു. അവിടെ എത്തി ടൈം സ്പെൻഡ് ചെയ്യുന്നിടയിൽ വിക്കി പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ഫസ്റ്റ് നൈറ്റ് ഇവിടെ വെച്ചല്ലേ നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുത്തു വെക്കാമെന്ന്. വിദ്യയ്ക്ക് ഇത് സമ്മതമല്ലായിരുന്നു. എന്നാൽ വിക്കി പറയുന്നു, ഈ ഒരു മൊമെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഇരുന്ന് കാണാം. അപ്പൊ നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം മാറും. ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നത്. അവസാനം വിദ്യയെ അവൻ ആ വീഡിയോ എടുക്കാൻ കൺവിൻസ് ചെയ്യിക്കുന്നു. അങ്ങനെ അവരുടെ നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ അവർ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുകയും അതെല്ലാം ഒരു CD-ലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹണിമൂൺ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവര് വീട്ടിലേക്ക് വരുന്നു. വീട്ടുകാരോട് പറഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്നു എന്നാണ്. ഈ വിക്കിക്ക് ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു, ചന്ത എന്നാണ് അവളുടെ പേര്. പലതവണയായിട്ട് പല ആൾക്കാരുടെ കൂടെ ഇവൾ ഒളിച്ചോടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. വിക്കിക്ക് അച്ഛനും അമ്മയില്ല, അവന്റെ ഗ്രാൻഡ് പേ ആയിരുന്നു അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടില് വേലക്കാരിയായിട്ടൊരു സ്ത്രീയുണ്ട്, അവരുടെ പേരും ചന്ത എന്നാണ്. അന്ന് രാത്രിയാകട്ടെ വിക്കിയും വിദ്യയും കൂടി അവരുടെ രണ്ടുപേരുടെയും ആ ഫസ്റ്റ് നൈറ്റിലെ വീഡിയോ ഒന്ന് കാണാൻ തീരുമാനിക്കുന്നു. റൂമിൽ തന്നെ ടിവിയും CD പ്ലെയറും എല്ലാം ഇരിപ്പുണ്ട്. അവർ ആ വീഡിയോ ഓണാക്കിയ ശേഷം തങ്ങളുടെ റൊമാൻസിലേക്ക് കടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് TV ഓഫ് ചെയ്തിട്ട് ആ CD ആ പ്ലെയറിൽ തന്നെ ഇട്ട ശേഷം അവർ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ വീട്ടുകാരുടെ ബഹളം കേട്ടിട്ടാണ് ഇവർ ചാടി എഴുന്നേൽക്കുന്നത്. വീട്ടിൽ കള്ളം കയറി ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അക്കൂട്ടത്തിൽ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു വാളും ഉണ്ടായിരുന്നു. അത് പോയതിലായിരുന്നു വിക്കിയുടെ ഗ്രാൻഡ് ബേക്ക് ആകെ ടെൻഷൻ. എല്ലാം കേട്ട് പേടിച്ചു പോയ വിക്കി ആകട്ടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ടിവിയും ഇല്ല, ആ CD പ്ലെയറും ഇല്ല. തലേന്ന് രാത്രി അവരുടെ CD ആ പ്ലെയറിൽ തന്നെ ഇട്ടിരുന്നതാ. അവൻ ആകെ ടെൻഷനായി. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അവൻ വിദ്യയോട് പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ CD ഒക്കെ മാറ്റി വെച്ചിരുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്നും വല്ല ആത്മഹത്യം ചെയ്യുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു. എന്തായാലും ഇവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ലാൻഡ്ല എന്ന് പറയുന്ന പോലീസുകാരൻ അവിടേക്ക് വന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ ഒരു കുഴി മടിയനായിരുന്നു. പക്ഷേ വിക്കിയുടെ സഹോദരി ചന്തയെ കണ്ടപ്പോൾ അയാൾക്കൊരു ഊർജ്ജമൊക്കെ വന്നു. അവളുടെ വീട്ടിലെ സാധനങ്ങൾ പോയ സ്ഥിതിക്ക് അവളുമായിട്ട് കമ്പനി ആവാൻ വേണ്ടിയിട്ട് ആ കേസ് അന്വേഷിക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. വിക്കി ആകട്ടെ സ്വയമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. തങ്ങളുടെ പ്രൈവറ്റ് വീഡിയോ അവിടെ ലോക്കൽസ് ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി തിരിച്ചു. അങ്ങനത്തെ മൂവീസ് ഒക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ട് അവൻ അങ്ങനത്തെ CDs വാങ്ങിക്കുന്നു. അതുമായിട്ട് അവൻ നേരെ ഒരു കഫേയിൽ പോയിട്ട് എല്ലാം പ്ലേ ചെയ്ത് നോക്കുന്നു. അതിലേതെങ്കിലും ഒന്ന് തങ്ങളുടെ CD ആയിരിക്കുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ അവരുടെ CDസോ അവരുടെ ക്ലിപ്സോ ഒന്നും തന്നെ ഇല്ല. അതിനിടെ ചെറിയൊരു ക്ലിപ്പ് നമ്മളെ കാണിക്കുന്നു. ആ സജ്ജൻജിയുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാനില്ലേ, അയാൾ ഒരു കടയിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ കാർ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ശരിക്കും അത് ബാദ്ഷാ എന്ന് പറയുന്ന ഒരു കള്ളനായിരുന്നു. അയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മോഷ്ടിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നത് അവിടുത്തെ ചോർ മാർക്കറ്റിലാണ്. ഇത്തവണ അയാൾ ഇതാ ഒരു പോലീസ് ജീപ്പും കൂടി മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അവിടെ ചാച്ചാന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. ഇയാളുടെ കയ്യിലാണ് മോഷണ മുതലെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ അയാൾ ആ ക്യാമറാമാന്റെ കാറും കൂടി അവിടെ കൊണ്ടു കൊടുത്തിട്ട് വിൽക്കാൻ പറയുന്നു. ഈ സമയത്ത് വിക്കി ആകട്ടെ ഒരുപാട് പേരെ അന്വേഷിച്ച് ഈ മോഷണം പോകുന്ന സാധനങ്ങൾ എവിടാ വിൽക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞ് ഈ ചോർ മാർക്കറ്റിൽ എത്തുന്നു. മാർക്കറ്റിലേക്ക് കയറി വരുന്ന വിക്കിയെ കണ്ടതും ബാദ്ഷാ ആകെ ടെൻഷനിലായി. കാരണം വിക്കിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചത് ബാദ്ഷാ തന്നെയായിരുന്നു. ഇവൻ തന്നെ അങ്ങാനും കണ്ടുപിടിച്ചിട്ട് വന്നത്
വരുന്നതാണെന്ന് പേടിച്ചിട്ട് ബാദ്ഷ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ പോലീസ് വേഷത്തിലായിരുന്നു. ഈ ചോർ മാർക്കറ്റിൽ ഒരു പോലീസിനെ കണ്ടതും വിക്കി ഓടി പോലീസാണെന്ന് കരുതിയിട്ട് ബാദ്ഷയുടെ അടുത്തേക്ക് വരുന്നു. എന്റെ വീട്ടിൽ നിന്നും വിലപ്പെട്ട കുറച്ച് സാധനങ്ങൾ മോഷണം പോയി, സാറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഈ മാർക്കറ്റിൽ എവിടെയെങ്കിലും അത് വിറ്റഴിക്കുന്നുണ്ടോ എന്നറിയാൻ. ഇത് കേട്ടപ്പോഴാണ് ബാദ്ഷയ്ക്ക് സമാധാനമായത്. എന്തായാലും വിക്കി തന്നെ കണ്ടുപിടിച്ച് വന്നതല്ല. തൽക്കാലം നീ സമാധാനത്തോടെ പൊക്കോ, ഞാനത് അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ട് വിക്കി അയാൾ പറഞ്ഞു വിടുന്നു. ഇതെല്ലാം തന്നെ ആ ചാച്ചയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ വിദ്യയാകട്ടെ വിക്കിയോട് പറയുന്നുണ്ട്, നീ നമ്മുടെ ആ CD ഒന്ന് പ്ലേ ചെയ്യാൻ. എന്നാൽ അത് കയ്യിലില്ലാന്നും മോഷണം പോയെന്നും അവളോട് ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അത് പ്ലേ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകുന്നു. എന്നിട്ട് അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുമില്ല. വിദ്യക്ക് ഇതെല്ലാം തന്നെ ഒരുപാട് സംശയമുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. വിക്കി തന്നെയല്ലാതെ വേറെ ആരെയോ കാണാൻ പോകുന്നെന്നും തന്നെ അവൻ ചതിക്കുകയാണോ എന്നൊക്കെ അവൾക്ക് തോന്നാൻ തുടങ്ങി. എന്നാൽ എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് അവളെ ഒരു വിധത്തിൽ അവൻ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ആ നേരത്താണ് അവനൊരു കോള് വരുന്നത്. അവന്റെ മെഹന്തി ഷോപ്പിൽ നിന്നായിരുന്നു ആ കോള്. അവിടെ മെഹന്തി ഇടാൻ വന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ആ വാളിലെ മോഷണം പോയത് അതിരിക്കുന്നത് ഒരാൾ കണ്ടിരുന്നു. അതൊരു ഫോറിൻ ലേഡി ആയിരുന്നു. ഇത് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ചോർ മാർക്കറ്റിൽ നിന്ന് താൻ വാങ്ങിയതാണെന്നാണ് ആ ലേഡി പറയുന്നത്. വിക്കി എങ്ങോട്ടാ പോകുന്നതെന്ന് ഡൗട്ട് തോന്നിയിട്ട് വിദ്യയാകട്ടെ അവന്റെ പിറകെ കൂടിയിരുന്നു. എന്നാൽ വിക്കിയാകട്ടെ ഈ ലേഡിയും കൂട്ടി ചോർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇവർ തമ്മിൽ എന്തോ അഫയർ ആണെന്ന് പേടിച്ചിട്ട് വിദ്യ അവന്റെ പിറകെ വെച്ച് പിടിച്ചു. ആ സ്ത്രീ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ചാച്ചയുടെ അടുത്തേക്കും. ചാച്ച പറയുന്നുണ്ട്, ഈ സാധനങ്ങളൊന്നും എന്റേതല്ല, ബാദ്ഷ എന്ന് പറയുന്ന ആ കള്ളനില്ലേ, അവൻ ഇവിടെ കൊണ്ടുവന്ന് വിറ്റതാണെന്ന്. നീ ഇന്നലെ അവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് വിക്കിക്ക് മനസ്സിലാകുന്നത് ആ ബാദ്ഷ പോലീസുകാരനല്ല, അവൻ തന്റെ വീട്ടിൽ കയറിയ കള്ളനാണെന്ന്. അങ്ങനെ വിക്കി ബാദ്ഷ അന്വേഷിച്ച് എത്തുന്നത് ഒരു ഹോട്ടൽ റൂമിലായിരുന്നു. അതേസമയം ആ പോലീസുകാരും ആ സ്ഥലത്തെ പ്രധാന കള്ളന്മാരെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും ബാദ്ഷയുടെ പുറകെ തന്നെ കൂടി. എന്നാൽ വിക്കി ബാദ്ഷയുടെ റൂമിലേക്ക് കയറുമ്പോഴാകട്ടെ അയാൾ അവിടെ അനക്കമില്ലാതിരിക്കുകയാണ്. ആരോ അയാളെ ഇടിച്ചിട്ട് അയാളുടെ ബോധം പോയ അവസ്ഥയായിരുന്നു. വിക്കി വിചാരിച്ചു അയാൾ മരിച്ചു എന്ന്. തന്റെ CD എവിടെയെന്ന് നോക്കുമ്പോൾ അവനാകട്ടെ തന്റെ വീട്ടിൽ നിന്നും അയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ CD പ്ലെയർ അവിടെ ഇരിക്കുന്നു കാണുന്നു. അതും ബാഗിലെടുത്തിട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തു കിടക്കാൻ നോക്കിയപ്പോഴേക്കും പോലീസുകാർ പുറത്തു വന്നിരുന്നു. പോലീസുകാർ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ കൊന്നെന്ന് പറഞ്ഞുള്ള കുറ്റം തന്റെ തലയിൽ വെക്കുമെന്ന് അവൻ പേടിച്ചിട്ട് ജനൽ വഴി അവൻ താഴേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും ഉള്ളിലേക്ക് കിടന്ന പോലീസുകാർ കാണുന്നത് ബാദ്ഷ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതാണ്. ജനൽ വഴിയാകട്ടെ വിക്കി ഇറങ്ങി പോകുന്നതും കണ്ടു. ഇവർ വിക്കിയെ കൈയോടെ പിടിക്കുന്നു. വിക്കിയെ ഫോളോ ചെയ്ത് അവിടേക്ക് വന്ന വിദ്യയും അവനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നു. അവളാകട്ടെ ഓൾറെഡി തന്നെ ഇവന് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. അങ്ങനെ പോലീസുകാർ വിക്കിയെ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് എല്ലാവരും അവിടേക്ക് വരുന്നു. അവന്റെ കയ്യിൽ നിന്ന് ആ CD പ്ലെയറും അവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ എന്തിനാണ് അവിടെ കയറിയെന്നും ഈ CD-യിൽ എന്താണുള്ളതെന്നും അവർക്ക് ഡൗട്ട് തോന്നുന്നു. അത് അവിടെ വെച്ച് പ്ലേ ചെയ്ത് നോക്കാനിരിക്കുകയാണ് അവര്. എന്നാൽ ഇത് കണ്ട് വിക്കി പേടിക്കുന്നു. അത് നമ്മുടെ ഹണിമൂണിന്റെ വീഡിയോ ആണെന്ന് അവൻ പെട്ടെന്ന് തന്നെ വിദ്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. ആ കള്ളൻ നമ്മുടെ CD ഉൾപ്പെടെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന്. എന്നാൽ അത് പ്ലേ ആക്കുന്നതിന് മുമ്പ് അവൾക്കാകട്ടെ ആരെയും തടുക്കാൻ സാധിച്ചില്ല. പക്ഷെ പ്ലേ ആക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അത് അവരുടെ CD അല്ല എന്ന്. അത് നമ്മുടെ CD അല്ലെങ്കിൽ നമ്മുടെ CD പിന്നെ എവിടെ പോയി എന്നായിരുന്നു അവരുടെ ടെൻഷൻ. ആ നേരത്ത് ആ ചോർ മാർക്കറ്റിലെ ചാച്ചയെ കൂടി പോലീസുകാർ കൊണ്ടുവന്ന് ആ ലോക്കപ്പിലിടുന്നു. അയാളുടെ കയ്യിലാകട്ടെ ഒരുപാട് താക്കോലുണ്ടായിരുന്നു. ആ താക്കോൽ ഉപയോഗിച്ച് അയാൾ വിക്കിയെ ലോക്കപ്പിന് പുറത്തെത്തിക്കുന്നു. വിക്കി ലോക്കപ്പിൽ നിന്നും ചാടിയെന്നറിഞ്ഞതും പോലീസുകാരെല്ലാം അവനെ പിടിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. കാരണം ആ ബാദ്ഷയാകട്ടെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അയാൾ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു ചാടിയ വിക്കിയാകട്ടെ രാത്രിയാവുമ്പോൾ വിദ്യയെ കാണാൻ വരുന്നു. വിദ്യ അവനോട് ആകെ ദേഷ്യത്തിലായിരുന്നു. അവൾ ആദ്യമേ പറഞ്ഞത് ആ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന്. അവന്റെ നിർബന്ധം കാരണമാണ് അവൾ എടുത്തത് തന്നെ. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ തനിക്കുണ്ടാകുന്ന അപമാനം എത്രത്തോളമാണെന്ന് അവൾ അവനോട് പറയുന്നു. നമ്മുടെ ഈ ബന്ധം ഇനി മുന്നോട്ട് പോകില്ല എന്നും നമുക്ക് ഇവിടെ വെച്ച് പിരിയാന്നൊക്കെ അവൾ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ടതോടുകൂടി വിക്കിയും ആകെ വിഷമത്തിലായി. അവളും കൂടി തന്നെ വിട്ടുപോകുകയാണെന്ന് മനസ്സിലാക്കിയതും അവനാകട്ടെ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടാൻ പോയ അവനെ വിദ്യ പിറകെ വന്ന് പിടിച്ചു മാറ്റുകയാണ്. ദേഷ്യം വന്നപ്പോ അവനെ എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിൽ അവൾ സോറിയും പറയുന്നു. ഈ പ്രശ്നം നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് തന്നെ സോൾവ് ആക്കാം, അല്ലാതെ വേറെ വഴിയില്ലാന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന ബാദ്ഷയ്ക്ക് ബോധം തെളിയുന്നു. അപ്പോഴാണ് അയാൾ നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത്. അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് അയാളും ബുൾബുൾ എന്ന് പറയുന്ന ഒരു ഗുണ്ടയായ സ്ത്രീയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. വേറെ എന്തോ കാര്യം പറഞ്ഞിട്ട് ഇവർ വഴക്കുണ്ടാക്കുകയും അതിനിടയിൽ ബാദ്ഷയുടെ തല പോയി അവിടെ ഇടിച്ചിട്ട് അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു. അവിടെ ഇരുന്ന ബാഗിൽ കുറച്ച് CDs ഉണ്ടായിരുന്നു. ആ CDs ആ ബാഗും എല്ലാം എടുത്തിട്ടാണ് ആ സ്ത്രീ പോകുന്നത്. ഇതാണ് ശരിക്കും അന്ന് ആ ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത്. ആ CD കൊണ്ട് പോയി സ്ത്രീ ആകട്ടെ അതിൽ എന്താണെന്ന് മനസ്സിലാക്കുകയും വിക്കിയുടെയും വിദ്യയുടെയും വീഡിയോ ഉണ്ടെന്ന് മനസ്സിലായതോടുകൂടി അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നു. വിക്കിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അവിടെ 2 ഫോൺ ഉണ്ടായിരുന്നു. 2 റൂമിലിരുന്ന ആ ഫോണുകൾ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒന്ന് ചന്തയും ഒന്ന് വിദ്യയുമായിരുന്നു. ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് തിരിച്ചു കിട്ടണമെങ്കിൽ 2 ലക്ഷം രൂപ കൊണ്ടുവരണമെന്നും പറയുന്നു. ശ്മശാനത്തിലേക്കാണ് വരേണ്ടത്. വിദ്യ ഇത് കേട്ട് പേടിച്ചു. അതേസമയം തന്നെ ചന്തയും പേടിച്ചു. കാരണം അവൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും വീഡിയോ ലീക്കായി എന്നാണ് അവൾ വിചാരിക്കുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് ചന്ത ഹെൽപ്പ് ചോദിക്കുന്നത് നമ്മുടെ ആ പോലീസുകാരന്റെ അടുത്ത് തന്നെയാണ്. അവൾക്കായുണ്ട് അയാൾ എവിടെ നിന്നോ 2 ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ട് വരുന്നു. കാര്യം അന്വേഷിക്കുമ്പോൾ അവൾ കാര്യം തുറന്നു പറയുന്നു. എന്നാൽ ഞാൻ അങ്ങനെ തെറ്റായിട്ടൊന്നിനും പോയിട്ടില്ലെന്നും ആരോ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്നുമാണ് ചന്ത പറയുന്നത്. വിക്കിയും
എങ്ങനെയൊക്കെയോ 2 ലക്ഷം രൂപ ഉണ്ടാക്കി. അവരെല്ലാവരും ആ ശ്മശാനത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്നു ബാദ്ഷാ. അവന് കാവൽക്കാരായിട്ട് പോലീസുകാരുണ്ട്. അവരുടെ കണ്ണു വെട്ടിച്ച് ബാദ്ഷയാകട്ടെ മോർച്ചറിയിലേക്ക് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡെഡ് ബോഡിക്ക് പകരം ബാദ്ഷാ അവിടെ കയറി കിടക്കുന്നു. ആ ഡെഡ് ബോഡി ആകട്ടെ നേരത്തെ അവർ പോകാനിരുന്ന അതേ ശ്മശാനത്തിലേക്കാണ് അടക്കാൻ കൊണ്ടുപോകുന്നത്. ഡെഡ് ബോഡിയാണെന്ന് കരുതി ബാദ്ഷാ അവരെടുത്തുകൊണ്ട് പോവുകയാണ്. ആ തട്ടലിനും മുട്ടലിനിടയിൽ ബാദ്ഷയുടെ തല പോയി ഇടിച്ചിട്ട് വീണ്ടും അയാളുടെ ബോധം പോകുന്നു. അങ്ങനെ എല്ലാവരും ശ്മശാനത്തിലേക്ക് എത്തി. ഡെഡ് ബോഡിയാണെന്ന് കരുതിയിട്ട് ബാദ്ഷയെ അവർ അടക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ്. CD കൊടുത്ത് കാശ് വാങ്ങാൻ വന്ന ആ ലേഡിയും ഗുണ്ടകളും അവിടെ ഉണ്ടായിരുന്നു. ആ ഗുണ്ടകൾ ഈ അടക്കം നടക്കുന്നിടത്ത് പോയി നിൽക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ആ CD അറിയാതെ ആ പെട്ടിയിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. ഇവിടെ ക്യാഷും കൊണ്ടുവന്ന വിദ്യയോട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ക്യാഷ് തന്നിട്ട് കാര്യമില്ല, ആ CD ആ പെട്ടിയിൽ വീണുപോയി എന്ന്. അതോടെ പേടിച്ചു പോയ എല്ലാവരും ചേർന്നിട്ട് ആ പെട്ടി മൂടരുതെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടിക്കുള്ളിലേക്ക് ഒരാൾ ആണി അടിച്ച് തറച്ചിരുന്നു. അത് കേട്ട് ഉള്ളിൽ കിടന്ന ബാദ്ഷയാകട്ടെ ഞെട്ടി എഴുന്നേറ്റ് പെട്ടിയിൽ നിന്നും ചാടി ഇറങ്ങുകയാണ്. ആ ഒരു ബഹളത്തിൽ CD തെറിച്ചു പോയി വീഴുന്നത് മരത്തിന്റെ മുകളിലും. പ്രേതോന്ന് പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്കോടി. ഒരു വിധത്തിൽ ആ CD എടുത്തുകൊണ്ട് വിക്കിയും വിദ്യയും അവിടെ നിന്നും പോകുന്നു. CDക്ക് വേണ്ടി വന്ന നമ്മുടെ ചന്തയാകട്ടെ ആകെ ടെൻഷനിലായി, തന്റെ CD തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ ഡോണായ സ്ത്രീയും 2 ഗുണ്ടകളെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സ്ത്രീ പറയുന്നുണ്ട്, അത് ശരിക്കും നിങ്ങളുടെ വീഡിയോ അല്ല, അത് വേറൊരു സ്ത്രീയുടെ വീഡിയോ ആണെന്ന്. അപ്പോഴാണ് ശരിക്കും ചന്തയ്ക്ക് സമാധാനമായത്. ഇവിടെ CD-യുമായിട്ട് വീട്ടിലെത്തിയ വിക്കിയും വിദ്യയും ചേർന്നിട്ട് ആ CD പ്ലേ ചെയ്ത് നോക്കുന്നു. പക്ഷെ കണ്ടതും അവർ ഞെട്ടിപ്പോയി. അവർ ഗോവയിൽ വെച്ചുണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോ ആയിരുന്നില്ല അത്. സമൂഹ വിവാഹം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ അവർക്ക് റൂം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിരുന്നു അത്. നീ അവിടെയും ക്യാമറ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് വിദ്യ വിക്കിയോട് വഴക്കിടുന്നു. എന്നാൽ ഇത് താൻ ചെയ്തതല്ല എന്നും ഇത് നമ്മളെ ചതിച്ച് മറ്റാരോ എടുത്തതാണെന്നുമാണ് അവൻ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് ശരിക്കും ഊഹിക്കാൻ പറ്റും. എന്നിട്ട് അവൻ നേരെ പോകുന്നത് ആ സമൂഹ വിവാഹം നടത്തിയ സജ്ജൻജിയുടെ ക്യാമറമാന്റെ അടുത്തേക്കാണ്. അയാളെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ഈ സജ്ജൻജി ആകട്ടെ ഇത്രയും കാശ് മുടക്കി സമൂഹ വിവാഹം നടത്തുന്നത് തന്നെ ഇങ്ങനത്തെ മോശം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞ ദമ്പതിമാർക്കെല്ലാം ഒന്ന് റൂം എടുത്തു കൊടുക്കും. അവരുടെ ആദ്യരാത്രിയിൽ നടക്കുന്നതെല്ലാം തന്നെ ഇവർ ഷൂട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം തന്നെ ദുബായിലുള്ളൊരു ഷേഖിന് ഇവർ അയച്ചു കൊടുക്കും. അതിന് നല്ല പ്രതിഫലവും സജ്ജൻജിക്ക് കിട്ടിയിരുന്നു. ഇത് കേട്ടതും വിക്കിയും വിദ്യയും ഞെട്ടിപ്പോകുന്നു. വലിയൊരു സംഘമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇന്നുവരെ ഞങ്ങളാരും ആ ഷേഖിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നാളെ അയാൾ ഇവിടെ എത്തും. നാളെ ഒരു സമൂഹ വിവാഹം കൂടി നടക്കാനുണ്ട്. ഇത് മനസ്സിലാക്കിയതും വിക്കിയും വിദ്യ ഒരു പ്ലാൻ ഇടുന്നു. അവരെല്ലാ കാര്യങ്ങളും ആ പോലീസുകാരനോടും ചന്തയോടും പറയുന്നു. യഥാർത്ഥ ഷേഖിനെ അവർ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ട് ഷേഖായിട്ടെന്ന് വേഷം കെട്ടി പോകുന്നത് ആ പോലീസുകാരനും അയാളുടെ ബീവിയായിട്ട് വേഷം കെട്ടുന്നത് നമ്മുടെ ചന്തയുമായിരുന്നു. അങ്ങനെ സമൂഹ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അവരെല്ലാവരും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു. ഷേഖിന്റെ വേഷത്തിൽ വന്ന പോലീസുകാരനെ സജ്ജൻജി മനസ്സിലാക്കിയതുമില്ല. അയാൾ പതിവ് പോലെ തന്നെ എല്ലാ റൂമിലും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ പങ്കെടുക്കാൻ അയാളുടെ മകളും ചേർന്നിരിക്കുന്നു. അവൾ സ്നേഹിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കാൻ അവളുടെ അമ്മയും അവളുടെ ദാദിയും കൂട്ടു നിൽക്കുന്നു. ഇത് കണ്ട് സജ്ജൻജി ആകെ ടെൻഷനിലായി. ഈ കൂട്ടത്തിൽ നീ വിവാഹം കഴിക്കേണ്ട എന്നാണ് അയാൾ പറയുന്നത്. കാരണം വിവാഹം കഴിഞ്ഞ് ആ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ക്യാമറാസ് ഉണ്ടെന്ന് അയാൾക്കറിയാം. സ്വന്തം മകളെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അവളുടെയും വിവാഹം അവിടെ വെച്ച് നടക്കുകയാണ്. എല്ലാവരും തന്നെ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കാൻ റൂമിലേക്ക് കയറി. സജ്ജൻ ആകെ ടെൻഷനിലായിരുന്നു. വിക്കിയോട് ചോദിക്കുന്നുണ്ട് തന്റെ മകളുടെ റൂം നമ്പർ ഏതാണെന്ന്. അവനായിരുന്നു എല്ലാവരുടെയും റൂം നമ്പരും പേരും എല്ലാം ലിസ്റ്റാക്കി വെച്ചിരുന്നത്. എന്നാൽ അവൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ആകെ കുഴപ്പത്തിലാക്കുന്നു. അയാൾ കുറേയേറെ റൂമുകൾ പോയി തട്ടിയെങ്കിലും അവിടെ എവിടെ നിന്നും അയാളുടെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അയാൾ ആ ഷേഖിന്റെ അടുത്തെത്തുന്നു. എല്ലാ റൂമിൽ നിന്നുള്ള വീഡിയോസ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഷേഖ് ആകട്ടെ ഡിസ്കോ എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ഇത് കൊണ്ടുപോകരുതെന്നും എന്റെ മകളുടെ വീഡിയോയും ഇതിലുണ്ടെന്ന് സജ്ജൻജി പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ, നമുക്കങ്ങനെ മകളെന്നോ ഭാര്യയെന്നോ ഒന്നും തന്നെയില്ല. തന്റെ മകളുടെ വീഡിയോ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ തനിക്ക് ഞാൻ കൂട്ടിത്തന്നേക്കാം. താൻ പറയുന്നത് അയാൾ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും സജ്ജൻജി ആകെ ടെൻഷനിലായി. അയാൾ ഷേഖിന്റെ പിറകെ ഓടി ആ സാധനം തിരിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം അത് വിക്കിയുടെ കയ്യിൽ കിട്ടുന്നു. വിക്കിയോട് സജ്ജൻജി പറയുന്നുണ്ട് അത് നശിപ്പിച്ച് കളഞ്ഞേക്കാൻ. ഇതിൽ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നശിപ്പിക്കാനായിരുന്നു വിക്കി പറയുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവൻ ഇത് പ്ലേ ആക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സജ്ജൻജി ആകെ ടെൻഷനിലായി. വേണ്ടെന്ന് അയാൾ 100 വട്ടം പറഞ്ഞെങ്കിലും വിക്കി അത് കേൾക്കാതെ പ്ലേ ആക്കുന്നു. അയാളുടെ മകളുടെ ആദ്യരാത്രി ദൃശ്യങ്ങളായിരുന്നു അത്. ആ പെൺകുട്ടി റൂമിലേക്ക് കയറുന്നതും കയറി ഉടനെ തന്നെ ക്യാമറയിലേക്ക് നോക്കുന്നതുമാണ്. അച്ഛൻ പേടിക്കണ്ട, എനിക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നു, ഞാനിതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ആ പെൺകുട്ടി ക്യാമറയിൽ നോക്കി പറയുന്നത്. ഓൾറെഡി തന്നെ വിക്കിയും വിദ്യയും ആ പെൺകുട്ടിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജ്ജൻജിക്കിട്ടൊരു പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കളിയെല്ലാം കളിച്ചത്. അന്ന് ഇയാൾ ഇതുപോലെ വിക്കിയുടെയും വിദ്യയുടെയും ഉൾപ്പെടെ ഒരുപാട് പേരുടെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് അടങ്ങുന്ന CD എല്ലാം തന്നെ ആ ക്യാമറാമാന്റെ കയ്യിലിരുന്നതാണ്. അയാളുടെ കാറും ആ ബാഗും CDസും എല്ലാമായിട്ടാണ് അന്ന് ബാദ്ഷാ ആ കാറും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോയത്. അതായിരുന്നു ബാദ്ഷയുടെ റൂമിൽ നിന്നും ആ ലേഡിക്ക് കിട്ടിയതും. ആ വീഡിയോസ് ആ ലേഡി കണ്ടതോടുകൂടി ആ ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവർ ക്യാഷ് വാങ്ങിക്കാൻ തുടങ്ങി. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. സജ്ജൻജിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നതോടുകൂടി എല്ലാവരും അയാളുടെ നേരെ തിരിഞ്ഞു. അയാളുടെ ഫാമിലിയിലെ അമ്മയും ഭാര്യയും ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെയും വീഡിയോ എടുത്തുകൊണ്ടുപോയി നീ കാശാക്കിക്കൊള്ളാൻ. അയാൾ കാരണം ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഓൾറെഡി നശിച്ചിരിക്കുന്നു. തങ്ങളുടെ നശിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. താൻ ചെയ്ത തെറ്റ് മനസ്സിലായതും അയാൾ എല്ലാവരോടും മാപ്പ് പറയുന്നു. ആ സമയത്താണ് ആ പോലീസുകാരൻ താൻ യഥാർത്ഥത്തിൽ ഷേഖൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് തന്റെ യഥാർത്ഥ മുഖം കാണിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം
എല്ലാം അവിടെ സോൾവ് ആയെങ്കിലും അപ്പോഴും വിക്കിയുടെയും വിദ്യയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യമാണ്, തങ്ങളുടെ ഗോവ ഹണിമൂൺ വീഡിയോ അടങ്ങുന്ന ആ CD എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവരുടെ വീട്ടിൽ ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ ആകട്ടെ എനിക്കിനി ഇവിടുത്തെ ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സാധനങ്ങളും പറക്കി കെട്ടി പോകാൻ നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടി കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു CD കണ്ടെടുക്കുകയും അവൻ അതുമായിട്ട് വിദ്യയുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന CD കണ്ടതും വിദ്യയ്ക്ക് മനസ്സിലായി അതാണ് തങ്ങളുടെ ഗോവ ഹണിമൂണിന്റെ CD എന്ന്. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ബാക്ഷി ഇവരുടെ വീട്ടിൽ നിന്നും സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അയാളുടെ കാല് തട്ടിയിട്ട് വീഴാൻ തുടങ്ങി ആ CD പ്ലെയറിൽ നിന്നും CD ഉരുണ്ട് കട്ടിലിന്റെ അടിയിലേക്ക് വീണതാണ്. അത് ഇതുവരെയും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പയ്യൻ ആ CD എടുത്തുകൊണ്ട് ഓടുകയാണ്. ഇവർ രണ്ടുപേരും ആ CD പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെയും. ആ പയ്യനാകട്ടെ CD എടുത്ത് എറിയുകയും ചെയ്യുന്നു. അത് നേരെ പോയി വീഴുന്നത് ആ വീട്ടിൽ നിന്നും സാധനങ്ങളുമായി പോകാൻ നിന്ന ആ വേലക്കാരിയുടെ വണ്ടിയിലും. അവരാകട്ടെ വണ്ടി വിട്ടു പോവുകയും ചെയ്തു. പുറകെ പോയ വിദ്യയ്ക്കും വിക്കിക്കും ആ CD കിട്ടിയതുമില്ല. വീണ്ടും അവർ അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.